നമ്പർ ഓഫ് ഹോം നഴ്സസ് അറ്റ് കീം ആൻഡ് ചിലർ നിന്നു, ചിലർ ഒട്ടും പറ്റുന്നില്ലായിരുന്നു, ചിലരൊക്കെ ഒരു മാസം നിന്നു, ചിലർ 2 ആഴ്ച നിന്നു, ചിലർ 5 ദിവസം നിന്നു. ആൻഡ് ഇറ്റ് വാസ് അങ്ങോട്ട് കോപ്പ് അപ്പ് ചെയ്യുന്നില്ലായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്ന ഒരു വിഷയമാണ് കെ ഫാമിലി വേഴ്സ് നമ്മുടെ തൻവി വ്ളോഗ്സ്. അതായത് കെ ഫാമിലിയുടെ സിന്ധു കൃഷ്ണയാണ് ഏറിപ്പോയിരിക്കുന്നത്. അവർക്ക് പുത്തരിയൊന്നുമല്ല, ആർക്കും ആ കുടുംബത്തിൽ ആർക്കും ഏറിപ്പോകുന്ന പുത്തരിയല്ല. പക്ഷെ റീസൺലി ഉള്ള വിഷയം കുറച്ച് ടൈറ്റായിട്ടുള്ള വിഷയമാണ്. അതായത് ഈ പറയുന്ന സിന്ധു കൃഷ്ണയുടെ അമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല സിന്ധു കൃഷ്ണ എന്ന് പറയുന്ന ഒരു കോൺട്രവേഴ്സിയാണ് ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിന് റീസൺ ആയത് തൻവിയുടെ ഒരു വ്ളോഗിലുള്ള കുറച്ച് ഭാഗങ്ങളാണ്. അതിൽ സിന്ധു കൃഷ്ണയുടെ അമ്മയായിട്ടുള്ള ആ സ്ത്രീ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. എനിക്കിവിടെ ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ അമ്മ പറയുന്നു. അതിനെ തുടർന്ന് ഈ പറയുന്ന അഹാന കൃഷ്ണ ആകട്ടെ, ബാക്കിയുള്ള കുടുംബത്തിലുള്ള പെൺമക്കൾക്കാകട്ടെ, ഏറ്റവും കൂടുതൽ സിന്ധു കൃഷ്ണയുടെ കമന്റ് ബോക്സിൽ അവർക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് ആയിട്ടുണ്ട്. അവരുടെ കുടുംബത്തിന് മൊത്തത്തിൽ വീണ്ടും നെഗറ്റീവ് ആയിരിക്കുകയാണ്. കാരണം സ്വന്തം അമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളൊരു ചീത്തപ്പേരും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോഴും നമ്മൾ കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്, ഈ അമ്മയെ കൊണ്ടുപോയി ഫുഡ് കഴിക്കുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണോ എന്നുള്ളൊരു ചോദ്യവും കൂടി അവിടെ ബാക്കിയാകുന്നുണ്ട്. എന്നാൽ ഈ അമ്മയെ, ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന അമ്മയെ വീട്ടിൽ നോക്കാൻ വരുന്ന ഹോം നേഴ്സിനെ പോലും നിർത്തില്ല, ഓട്ടിക്കും എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം അഹാന എന്ന് പറയുന്നത്. എന്നാലും ഞാൻ പൂർണ്ണമായിട്ട് അഹാനെ സപ്പോർട്ട് ചെയ്യത്തില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രായമായ സ്ത്രീകൾ കുറച്ച് അറഗന്റ് ആയിരിക്കും. അവർ ചിലപ്പോൾ കുറച്ച് പിടിവാശി കൂടുതലായിരിക്കും. അവർ ചെയ്യുന്നതാണ് ശരി, അത് തെറ്റായാൽ കൂടി അവർ ചെയ്യുന്നതാണ് ശരിയെന്ന് മാത്രം ബോധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഞാനും പണ്ടൊക്കെ കണ്ടിട്ടുള്ളതാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ കുറച്ച് കലിപ്പായിരുന്നു. ഓക്കെ, എന്ന് വെച്ചിട്ട് നമ്മൾ അവസാന കാലഘട്ടം അവരെ നോക്കാതൊന്നും ഇരുന്നിട്ടില്ല. എൻ്റെ അമ്മയൊക്കെ നല്ലോണം അവരെ നോക്കിയിട്ടുണ്ട്. എത്രയൊക്കെ അവരെന്തൊക്കെ ചെയ്താലും ചെളിവാരി അടിച്ചാലും നമ്മൾ നോക്കുക എന്നത് നമ്മുടെ കടമയാണ്. ഓക്കെ, നമ്മുടെ അമ്മയെ നോക്കുക എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ്. നമ്മുടെ അമ്മയും അച്ഛനെയൊക്കെ നോക്കുക. വയസ്സാകാലായി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പിടിവാശികൾ കുറച്ച് കൂടാം, ചിലപ്പോൾ നല്ല വൃത്തിയുടെ സ്വഭാവമായിരിക്കും, നമുക്ക് ചൊറിഞ്ഞു വരും, ചിലപ്പോൾ എല്ലായിടത്ത് ഇടിച്ചു കൊടുക്കാൻ തോന്നും. എങ്കിലും നമ്മൾ അതൊന്നും ചെയ്യാതിരിക്കുക, ആ ഒരു ഇത് കാണിക്കാതിരിക്കുക. നമ്മൾ അവരെ നോക്കുക എന്നതാണ് നമ്മുടെ കടമ എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഹാന വന്ന് ഇന്ന് വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അവിടെ അഹാന പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലായത് തൻവി മനഃപൂർവ്വം ഈ സിന്ധു കൃഷ്ണയെ പബ്ലിക്കിലോട്ട് ഇട്ടുകൊടുത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു പക്ഷേ തൻവിക്ക് ആ ഒരു ഭാഗം, ഈ അമ്മച്ചി പറയുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാൻ വരുന്നത്. അവൾ അത് ചെയ്തിട്ടില്ല തൻവി. അതുകൊണ്ടാണ് നാട്ടുകാർ ഇന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പോൾ ഈ അമ്മ കുറച്ച് അരങ്ങറ്റാണ് എന്നുള്ളൊരു വിഷയമാണ് ഇപ്പൊ പുറത്ത് വരുന്നത്. അതായത് അഹാന എന്ന് പറയുന്നത് കൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ തൻവി ഈ സെക്കൻഡ് പാർട്ടിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിലോട്ട് വരുന്നത് എൻ്റെ ഫസ്റ്റ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അതായത് അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. സെക്കൻഡ് ചോയ്സ് കുട്ടിയുടെ കാര്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ ഒരു ഡൗട്ട് അടിച്ച് ഞാൻ അതുപോലെ അഹാനയുടെ വീഡിയോ കണ്ടപ്പോൾ അഹാന പറഞ്ഞു കുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നേരത്തെ നാട്ടിലേക്ക് വരുമെന്നുള്ളൊരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ ഫാമിലി ഗ്രൂപ്പിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട്. അത് കേട്ടപ്പോൾ തൻവി ഇത് മുതലെടുപ്പ് നടത്തിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം അഹാന എന്ന് പറയുന്നുണ്ട് കുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ആണ് നേരത്തെ വരുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് തൻവി വളച്ചൊടിച്ച് അമ്മുമ്മ നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ നാട്ടിലേക്ക് വരുന്നു എന്നാക്കിയത് എന്നുള്ള രീതിയിൽ അഹാന പറയുന്നുണ്ട്. എനിക്ക് അവിടെ ഒരു സാധനം കണക്ട് ചെയ്തു. അവിടെ എന്തോ തൻവി ഒരു ഡ്രാമ കളിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അഹാന പറഞ്ഞതും തൻവി പറഞ്ഞതും രണ്ടും എടുത്ത് വെച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത്. ഓക്കെ, എന്തായാലും അഹാന പറയുന്ന കുറച്ച് കാര്യങ്ങളോട്ട് നമുക്ക് പോകാം. അതിനു മുന്നേ ഈ തൻവിക്ക് അത്യാവശ്യം ഇവരോട് ചൊരുക്കുണ്ടെന്നുള്ളൊരു കാര്യം എവിടെയൊക്കെ എനിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് അഹാന പറയുന്ന ഫുൾ കാര്യങ്ങൾ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ അഹാനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തില്ല. കാരണം വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ അവരെയൊക്കെ നോക്കുക, അതാണ് നമ്മുടെ കടമ. അല്ലാണ്ട് അവരെ ഒറ്റപ്പെടുത്തി ഒരു വീട്ടിലിട്ടിരിക്കുക, അല്ലെങ്കിൽ അവരവിടെ കിടക്കുക, ഹോം നേഴ്സ് ആരും നിൽക്കുന്നില്ല എന്ന് വെച്ചുകൊണ്ട് നമ്മൾ അവരെ തിരിഞ്ഞു നോക്കാതിരിക്കുക, അവരോട് സംസാരിക്കാതിരിക്കുക, അതൊക്കെ ബോറ പരിപാടിയാണ്. ഇപ്പം അഹാന ആയാൽ കൂടി അഹാന പറയുന്നുണ്ട് നമ്മൾ മാക്സിമം ഒക്കെ നോക്കി, പക്ഷെ അവരങ്ങനത്തെ സ്വഭാവമാണ്, ഇങ്ങനത്തെ സ്വഭാവമാണ്, അവരെ കുറേ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറ്റങ്ങൾ പറയുമ്പോഴും എനിക്ക് പറയാനുള്ള അഹാനയുടെ അടുത്ത് അവരൊരു വയസ്സായ സ്ത്രീയാണ്. വയസ്സാകുന്ന ആ ഒരു ഘട്ടത്തിലോട്ട് എത്തുമ്പോൾ ആൾക്കാരുടെ മനസ്സുകൾ മാറും. ചിലവർ കുട്ടിത്തം കൂടും, ചിലവർ ഇതുപോലെ പിടിവാശികൾ കൂടും, ചിലവർ പാവം പോലെ ഇരിക്കും. ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള ആ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി മാറും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, അതേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ പൂർണ്ണമായിട്ട് അവരെ തള്ളിക്കളഞ്ഞ് നോക്കാതിരിക്കുന്നത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനല്ല. എന്നിട്ട് വന്നിരുന്നിട്ട് പറയരുത് അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, അവരങ്ങനെ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ നോക്കാത്തത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ ആരെ അടുപ്പിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ആരും പോവാത്തത്. ഇമാതിരി വർത്തമാനം പറയുന്നത് എനിക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയത്തില്ല. അവരങ്ങനെയൊക്കെ പെരുമാറിയാലും അങ്ങനെയൊക്കെ കാണിച്ചാലും അവരെ കൂടെ ചേർത്ത് നിർത്തുക, അല്ലെങ്കിൽ അവരെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുക എന്നതാണ്
നമ്മുടേതായ ഒരു രീതി. അതുപോലെ ഈ സിന്ധു കൃഷ്ണൻ മാത്രമല്ല, തൻവിയുടെ അമ്മയും ഉണ്ട്. അപ്പൊ തൻവിയുടെ അമ്മ ഈ അമ്മച്ചിയെ നോക്കില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടി അവിടെ ബാക്കിയാകുന്നുണ്ട്. അവരെന്തുകൊണ്ട് നോക്കുന്നില്ല, അവരെന്തുകൊണ്ട് വരുന്നില്ല, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇനി അവരിവിടെ ഇല്ലേ അറിയാൻ പാടില്ല, ഉള്ളവർ നോക്കണം. ഇതൊക്കെയാണ് സംഭവം. അപ്പൊ ഞാൻ എന്തായാലും അഹാന പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ആദ്യം ഒന്ന് കൊടുക്കാം. ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചൂസ് ചെയ്യണമായിരുന്നു. ദാറ്റ് ഈസ് സോ സർപ്രൈസിങ് ഫോർ അസ്. കാരണം ഈ ഏപ്രിലിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമുക്കറിയാവുന്നിടത്തോളം ഇന്ത്യയിലോട്ട് വരാൻ ഡിസൈഡ് ചെയ്തതല്ല തൻവി. തൻവി ഇൻഫാക്ട് സെപ്റ്റംബറിൽ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അവിടെ പോയി എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കി. സെപ്റ്റംബർ ഓഫ് ഐ എം സെയിങ് 2024 ഒക്ടോബറിലാണ് തൻവി പോകുന്നത്. ഓസിയുടെ കല്യാണം കഴിഞ്ഞ് അന്നേ പോയിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നാട്ടിൽ വരും എന്നുള്ളൊരു ഇതിലാണ് തൻവി പോകുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ ഓസിയുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ തൻവി ഇവിടെ നിന്ന് പോകുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് നാട്ടിലോട്ട് വരും എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നതെന്ന്. അപ്പൊ ആ സ്ഥിതിക്ക് തൻവി പറഞ്ഞത് കള്ളമല്ലേ? ഇപ്പൊ പറയുന്നത്, തൻവിയുടെ വീഡിയോയിൽ പറയുന്നത്, ഞാൻ അമ്മുമ്മയ്ക്ക് വേണ്ടിയിട്ടോ, അമ്മുമ്മയെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അമ്മുമ്മയെ നോക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ കുട്ടിയുടെ കാര്യമായിട്ടുമാണ് വരുന്നതെന്നാണ് പറയുന്നത്. അവിടെ എനിക്ക് തൻവി ഇതൊരു റീച്ചിന് വേണ്ടി കളിച്ച പരിപാടിയാണോ എന്നൊരു ഡൗട്ടുണ്ട്. അമ്മുമ്മയെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് അതിനോട് യോജിപ്പില്ല. അവർ ചിലപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്നുണ്ടാവും, ആരും കാണത്തില്ല, ഒറ്റപ്പെട്ടിരിക്കുന്നുണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. അവർ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് അങ്ങ് പറഞ്ഞു ഒന്ന് പോണ്. പിന്നെ ഞാൻ ബേസിക്കലി ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് കയറി വന്ന് നമ്മൾ ആരും ഇതെടുത്തോണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടതല്ല, നിങ്ങളൊക്കെ തന്നെയാണ്. ഐ മീൻ അഹാനെന്ന് ഞാൻ കുറ്റം പറയത്തില്ല, ഈ ഒരു വിഷയം കൊണ്ട് ഇടുന്നത് വരെ ഞാൻ കുറ്റം പറയത്തില്ല. കാരണം തൻവി തന്നെയാണ്, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾ തന്നെയാണ് ഈ സംഭവം കൊണ്ട് ഔട്ട് ചെയ്ത് പുറത്ത് പബ്ലിക്കിലോട്ട് ഇട്ടത്. അപ്പൊ അത് കാണുന്ന സമയത്ത് ആ അമ്മ ഒറ്റപ്പെട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ മനസ്സിലാക്കുന്ന നമ്മൾ ഓരോരുത്തരും അമ്മയെ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ, മനസ്സിലായ? അല്ലാണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാവരെയും അങ്ങോട്ട് ആക്ഷേപിച്ച് കുറ്റം പറയേണ്ട കാര്യം അഹാനയ്ക്ക് ഇല്ല. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ഇതിൽ നിന്ന് ഔട്ട് വന്ന സാധനമാണ് ജനങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. ഇനി അടുത്ത അതിനുശേഷം നിങ്ങളുടെ സൈഡ് നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ സൈഡ് നിങ്ങൾ ക്ലിയർ ആക്കി പറയുമ്പോഴും ഞാൻ പറയും, ആ അമ്മയെ തിരിഞ്ഞ് നോക്കിയിട്ടില്ലെങ്കിൽ, ആ അമ്മൂമ്മയെ തിരിഞ്ഞ് നോക്കിയിട്ടില്ലെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അതിന് 100 ന്യായീകരണം കൊണ്ടുവന്നിട്ട് ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അത് എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. അവർ ചിലപ്പോൾ കുറച്ച് വാശി കൂടുതലായിരിക്കും, ചിലപ്പോൾ ഉപദ്രവിക്കുക അതും ഇതൊക്കെ ചെയ്യും. എന്ന് വെച്ചിട്ട് അവർ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ അടച്ചിട്ടിട്ട് മറ്റേ ഹോം നേഴ്സ് നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന പരിപാടിയൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. ഓക്കെ, നോക്കേണ്ടത് നമ്മുടെ കടമയാണ്, അത് വേറെ വഴിയെ പോണവരാരും വന്ന് നോക്കൂല. ഓക്കെ, ഇനി തൻവി ഇതിന്റെ ഇടയിൽ ഒരു ഡ്രാമ കളിച്ചിട്ടുണ്ടെങ്കിൽ തൻവി ചെയ്തിട്ടുള്ള വെറും തൊട്ടിത്തനം എന്നേ ഞാൻ പറയത്തുള്ളൂ. ഓൾറെഡി നാട്ടിൽ വരാൻ പ്ലാൻ ഉണ്ടായിരുന്നു, എന്നെ വളച്ചൊടിച്ച് അമ്മൂമ്മയെ നോക്കാനാണ് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അതെന്തോ ഒരു തൊട്ടി വർത്തമാനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, അപ്പം 100% ക്ലിയർ അല്ലായിരുന്നു. അവിടെ പോയി എല്ലാം ഒന്ന് സെറ്റ് ആക്കാൻ പറ്റിയാൽ ഐ വോണ്ട് ടു കം ബാക്ക് എന്നുള്ള രീതിയിലാണ് തൻവി പോകുന്നത്. കഴിഞ്ഞ വർഷം 25th മെയ് 2nd July 2025 ആ സമയത്തൊക്കെ വി ആർ വെയിറ്റിംഗ് ദാറ്റ് തൻവി ഉടനെ നാട്ടിലോട്ട് വരും. കാരണം ലിയാൻ ഇവിടെ സ്കൂളിൽ അഡ്മിഷൻ വരെ തൻവി എടുത്തു. 2nd July 2025 തൻവി പറയുന്നുണ്ട്, ഹോപ്പ്ഫുള്ളി മൈ ഡിവോഴ്സ് ഇസ് ഗോണ ബി ഡൺ ബൈ ജൂലൈ. പിന്നെ വിത്തിൻ എ മന്ത്. ഓക്കെ, ഡിവോഴ്സിന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ കുട്ടിക്ക് ഇവിടെ അഡ്മിഷൻ വരെ എടുത്തു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആ സ്ഥിതിക്ക് തൻവി വരുന്നത് അമ്മൂമ്മയെ നോക്കാനല്ല. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കൂടി കണ്ടന്റ് അടിച്ച് കയറ്റി അവർ നന്മ മരം കളിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അഹാനയുടെ എക്സ്പ്ലനേഷൻ വന്നപ്പോൾ ഇനി എന്തായാലും അതിനൊരു എക്സ്പ്ലനേഷൻ തൻവി പറയട്ടെ. ഇതിപ്പോൾ ആകെ മൊത്തം കൊള്ളാവില്ല, നിങ്ങൾ കുടുംബക്കാർ തമ്മിൽ അടിയായ പിന്നെ നമുക്ക് കണ്ടോണ്ടിരിക്കാം. നാറ്റ കേസാണുള്ള കാര്യം പറയാം സീരിയസ്ലി. I can get Lian's Indian overseas citizenship and come. അപ്പം നമ്മളൊക്കെ റിപ്ലൈ ചെയ്യാം, വാവ് ഗുഡ് ന്യൂസ് അങ്ങനെയൊക്കെ. അപ്പം അന്ന് തൊട്ടേ തൻവി നാട്ടിൽ വരാൻ വേണ്ടിയാണ് ഇരുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് ദേ ഗോട്ട് ബാക്ക് ആൻഡ് ദെൻ തൻവി പ്രഗ്നന്റ് ആവുന്നത്. എന്നിട്ട് പ്രഗ്നന്റ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് എന്നായിരുന്നു 31st ജാനുവരിയുടെ ചാറ്റില് തൻവി ഹാസ് ആക്ച്വലി സെഡ് വെൻ ഷീ ഈസ് പ്രഗ്നന്റ് she's saying hopefully I can come and sort as much. നമ്മൾ ഈ അമ്മൂമ്മ അപ്പൂപ്പനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തൻവി പറയുന്നുണ്ട്, hopefully I can come and sort as much as I can during my leave. I just have to wait till I get my kids passport before I come. This is in 31st January. അപ്പം തൻവി പ്രഗ്നന്റ് ആയി അതിന് മുമ്പ് കഴിഞ്ഞ വർഷം എപ്പോഴും വരും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു സ്കൂളിൽ ആ സമയത്ത് അഡ്മിഷൻ എടുത്തത്. പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ ഷീ സെഡ് ഡെലിവറി ഈസ് ഗോയിങ് ടു ബി ഇൻ ഏപ്രിൽ ഓർ മെയ്. അത് കഴിഞ്ഞ് 1 month കഴിഞ്ഞ് വരും. സോ കഴിഞ്ഞൊരു 1 year ആയിട്ട് വി ആർ ഓൾ അണ്ടർ ദി അസംഷൻ ദാറ്റ് 2026 ജൂൺ ഓർ ജൂലൈ ആകുമ്പോൾ തൻവി വരും. ആൻഡ് വി വർ ഓൾ വെരി എക്സൈറ്റഡ്. കാരണം to meet Lian and everybody. കാരണം we are so attached to Lian. We love Lian. ഓക്കെ, അഹാന പറയുന്ന ഈ കാര്യങ്ങൾ ശരിയാണെങ്കിൽ തൻവി കാണിച്ചിട്ടുള്ളവരും തൊട്ടിത്തരമാണ്. എന്നിട്ട് ഇപ്പോൾ വീഡിയോയിൽ സെക്കൻഡ് പാർട്ടിൽ വന്നിട്ട് പറയുന്നു
അമ്മുമ്മയെ നോക്കാനാണ് ആദ്യം വായിന്ന് വീഴുന്നു. ലിയാൻ്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് വായിന്ന് വീഴുന്നിട്ട് എന്നിട്ട് പറയുന്ന ഫസ്റ്റ് പ്രയോറിറ്റി അമ്മുമ്മയ്ക്കാണ്. അത് വളച്ചൊടിച്ച് ഒരുമാതിരി തൊട്ടി പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ തെണ്ടിത്തരം എന്നേ ഞാൻ പറയത്തുള്ളൂ. ഉള്ള കാര്യം പറയാല്ല, സീരിയസ്ലി. അത് അങ്ങനെ ഒരു പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ തെണ്ടിത്തരം മാത്രമാണ്, അതിൽ വേറെ അപ്പീലൊന്നുമില്ല. ഞാനിവിടെ ഈ കൃഷ്ണകുമാർ ഫാമിലിയെ കുറ്റം പറയാൻ മാത്രം വീഡിയോ ചെയ്യുന്ന ഒരാളൊന്നുമില്ല. ഓക്കെ, തെറ്റുവേണ്ട തെറ്റെന്ന് പറയും, ശരിയേണ്ട ശരിയെന്ന് പറയും. ഇവരുമായി തൊട്ടിപ്പരിപാടിയായിപ്പോയി അങ്ങനെ തൻവി ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ആ ഒരു നേരത്തെ പ്ലാൻ ചെയ്ത് മോൻ്റെ അഡ്മിഷൻ അടക്കം എടുത്ത് ഇവിടെ സെറ്റാക്കിയിട്ട് ഒരുമാതിരി വന്നിട്ട് ഇപ്പോൾ തൊട്ടി വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ, അതും സെക്കൻഡ് പാർട്ടിൽ പറയുന്നതുണ്ടല്ലോ, അമ്മുമ്മയെ നോക്കാനും വരുന്നതാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള രീതിയിൽ അങ്ങനെ അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ, തൻവി ഏറി കയറേണ്ട സമയം കഴിഞ്ഞ്. പിന്നെ ഞാൻ വേറൊരു കേസ് കൂടി പറയാം, പറയാം. അപ്പം നമ്മൾ അങ്ങനെയായിരുന്നു. ഇപ്പം അമ്മയുടെ ഒക്കെ പണ്ടത്തെ വീഡിയോസ് വന്നെങ്കിൽ എനിക്കൊന്ന് ഞാൻ അപ്പം മരിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ ഇട്ട വീഡിയോ ഒക്കെ പോയി കണ്ടാലും അതിൽ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ തന്നെ പറയാറുണ്ടായിരുന്നു, അത് കഷ്ടമായി പോയി, തൻവി ജൂണി വരാനിരുന്നതല്ലേ, മറ്റേ അപ്പൂപ്പൻ ഒരു 3-4 മാസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അപ്പൂപ്പന് തൻവിയുടെ കുട്ടിയെ കാണാതെ. കാരണം അപ്പൂപ്പ എപ്പോഴും എന്തോ അമ്മൂമ്മ അടുത്ത് പറയാറുണ്ടായിരുന്നു, തൻവിയുടെ കൊച്ചിന് ബേബിക്ക് പുതിയ ബാവയ്ക്ക് ഡയമണ്ട് കമ്മൽ വാങ്ങിച്ചു കൊടുക്കണം, അച്ഛൻ ഓമിയെ നെഞ്ചി കിടത്തുന്ന പോലെ അപ്പൂപ്പൻ ആ ബേബീനെ എടുത്ത് കിടത്തണം, കഷ്ടമായി പോയല്ലോ, ലൈക്ക് ഹി വുഡ് ഹവ് റിയലി എൻജോയ്ഡ് ഇറ്റ്. അപ്പം തൻവി വാസ് the plan as far as we knew was always that she was coming down in June. പെട്ടെന്ന് അതെങ്ങനെയാണ് അപ്പൂപ്പൻ മരിച്ചു കഴിഞ്ഞ് നമ്മളാരും അമ്മുമ്മയെ തിരിഞ്ഞു നോക്കാനില്ലാതായപ്പോൾ അവിടെ ഉള്ളതെല്ലാം she was always telling us that she's not happy with her life. അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിന് നമ്മളോട് വെറുതെ പറഞ്ഞാണോ എന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ കളഞ്ഞിട്ട് വന്ന ഒരു ഏഞ്ചൽ. See, if she's an angel, good for her. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. പക്ഷെ ഈ ഇല്ലാത്തൊരു നറേറ്റീവ്, ഇല്ലാത്തൊരു ടൈം ലൈൻ, എനിക്കറിയില്ല എങ്ങനെയാ ആൾക്കാർക്ക് ഇങ്ങനെ കള്ളം പറയാൻ പറ്റുന്നത്. Does Tanvi not know that എത്രയോ കാര്യങ്ങൾ we would never talk on. ഓക്കെ, തൻവി പറയുന്ന കള്ളം എന്നുള്ള രീതിയിലാണ് അഹാന പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാർ പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ അഹാനയുടെ സൈഡ് വന്നപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി വന്നു. അപ്പോഴും ഞാൻ യോജിക്കാത്തൊരു പോയിന്റ് ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ആ അമ്മ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്. ആരുമില്ല, ആരോടും സംസാരിക്കാനില്ല, ആരും തിരിഞ്ഞു നോക്കാനില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അമ്മ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നാട്ടിൽ നിങ്ങൾ ഉണ്ടായിരിക്കെ അവർ ഏകാന്തത അനുഭവിക്കുന്നുണ്ട്, അവരെ ഒരു പട്ടിക്കുഞ്ഞുപോലെ തിരിഞ്ഞ് നോക്കുന്നില്ലെങ്കിൽ ദാറ്റ്സ് റോങ്. ഓക്കെ, ഇനി സിന്ധു കൃഷ്ണ മാത്രമല്ല, സിന്ധു കൃഷ്ണയ്ക്ക് ഒരു സഹോദരി ഉണ്ടല്ലോ, തൻവിയുടെ അമ്മ, അവരെവിടെയെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ബാക്കിയാവുന്നു. അങ്ങനെ കുറച്ചധികം വിഷയങ്ങളുണ്ട്. വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പറഞ്ഞു തീർക്കേണ്ട കാര്യം നിങ്ങളൊക്കെ തന്നെ. തൻവി ഇത് തിരിപ്പുണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് നാട്ടുകാർ അഭിപ്രായം പറയാൻ തുടങ്ങി. ഇപ്പം തൻവി എന്നെ മൂഞ്ചി, അതാണ് സത്യം. പറ. എപ്പോഴും നമ്മൾ ഫോൺ മെസ്സേജ് അങ്ങനെയാണ് സമയം, ഇതിനൊക്കെ പ്രൂഫ് ഉണ്ട്. ഇതൊക്കെ ഈ കുട്ടി എന്താ ഓർക്കാത്ത? ഇങ്ങനെ വന്ന് ഇപ്പൊ ഡയറക്ട്ലി തന്നെ എന്താ പറയാ, നമ്മൾ അങ്ങനെ ചെയ്തില്ല നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. പക്ഷേ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി പറഞ്ഞും പറയാതെയും നമുക്കൊരു നെഗറ്റിവിറ്റി ഉണ്ടാക്കി തരാനുള്ള എല്ലാം ആ വീഡിയോയിലുണ്ട്. വിച്ച് ഇസ് ദ റീസൺ വൈ there was so many bad comments under that video. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് തന്നെ വന്നിട്ട് ഒരു കമന്റ് പോസ്റ്റ് ചെയ്യുക, അതായത് ജെറ്റ് ലാഗ് കാരണം, ജെറ്റ് ലാഗ് ആക്ച്വലി മേബി ഷീസ് ജെറ്റ് ലാഗ്, പക്ഷേ ടു ആർ അണ്ടർസ്റ്റാൻഡിംഗ് ഷീ റീച്ച്ഡ് ഓൺ ദ 19th which is about 10 days ago. ഇപ്പോഴും എന്ത് ജെറ്റ് ലാഗ് ആണെന്ന് എനിക്കറിയില്ല. ബട്ട് ഓക്കെ, മേ ബി കാനഡയിൽ നിന്ന് വന്നുകൊണ്ട് ജെറ്റ് ലാഗ് ഉണ്ടാവും. ജെറ്റ് ലാഗ് കാരണം ഇപ്പോഴാണ് സിന്ധുമയ്ക്ക് എൻ്റെ കസിൻസിനും നെഗറ്റിവിറ്റി ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടില്ല. പിന്നെ തന്നെ അമ്മൂമ്മയുടെ വീഡിയോ കോൾ ഇട്ടത് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഷീ ക്ലിയർലി നോസ് ദ റിയാലിറ്റി ആൻഡ് ദ ട്രൂത്ത്. അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവരെനിക്ക് വേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഞാൻ എനിക്ക് പറ്റുന്ന പോലെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ, അവരാണ് ബാക്കി ഇങ്ങനെ ഒരു എക്സ്പ്ലനേറ്ററി കമന്റ്. അതിന് താഴെ ഒരുപാട് പേര് തൻവിയെ ബാഷ് ചെയ്ത് കുട്ടി കമന്റ്സ് ദിസ് ഇസ് സോ റോങ്. കാരണം ഇങ്ങനെ തൻവി എന്തിനാ ഓരോ സമയം വന്ന് ഓരോരുത്തരുടെ കുറ്റം പറയുന്നത്. കുറച്ച് നാൾ മുമ്പ് തൻവി യോജിയുടെ കുറ്റം പറഞ്ഞു, ദിസ് ഇസ് വെരി റോങ് ഓഫ് യു. തൻവി ഹാഫ് ബേക്ഡ് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം ഇടുമ്പോൾ അതും ഈ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ നമ്മളിപ്പം ഓക്കെ. അഹാനടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ബേസിക്കലി നിങ്ങളുടെ ഫാമിലി വെറുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങളുടെ ഏറി പോക്ക് കാണുമ്പോൾ ചിരിക്കുന്ന ഒരുപാട് കുടുംബക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ന്യായത്തിനൊപ്പം സത്യത്തിനൊപ്പം നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് തെറ്റുകണ്ട തെറ്റെന്ന്, ശരിയണ്ട ശരിയെന്നും പറയുന്ന ആൾക്കാർ. ഇപ്പം നമ്മളൊക്കെ ആ ഒരു ഇതിലാണ്. അതായത് നിങ്ങളുടെ സ്ഥിരം വ്യൂവറൊന്നുമല്ല. പിന്നെ അന്നത്തെ സ്വർണത്തിൻ്റെ മറ്റേ ഇഷ്യൂ ഒന്നല്ല, മോഷണ കേസ്, സ്വർണ്ണമല്ലല്ലോ മറ്റേ മാലയുടെ നിങ്ങളുടെ ജുവൽസിൻ്റെ കാശിൻ്റെ തട്ടിപ്പ്, ആ സമയത്തൊക്കെ നിങ്ങളൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രഗ്നൻസിയുടെ ഇഷ്യൂ വന്നപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ തെറ്റുകണ്ട തെറ്റെന്ന് പറയും. അത് കണ്ടുകൊണ്ട് നിങ്ങൾ മറ്റേ നമ്മളെല്ലാം ഉണ്ണാക്കന്മാരാണെന്നുള്ളൊരു സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഞാൻ വരാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മഹാന, ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ആ അമ്മയെ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം ഇത്ര അരഗൻ്റ് ആയതുകൊണ്ട്, അവർ ഭയങ്കര വിഷയമായതുകൊണ്ട്, അഗ്രസീവ് ആയതുകൊണ്ട് നമ്മൾ അവരുടെ അടുത്ത് അങ്ങനെ അടുക്കാറില്ല, തിരിഞ്ഞു നോക്കാറില്ല, അവരെന്തേലും ആയിക്കൊണ്ട് പോട്ട് എന്നുള്ള മൈൻഡിൽ നിങ്ങൾ ആക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. വയസ്സായ അവരെ പിന്നെ ആര് നോക്കും? നാളെ അവരവിടെ കിടന്ന് ഒറ്റ കിടന്ന് ചത്തു കഴിഞ്ഞാൽ എല്ലാവരും കൂടി വളഞ്ഞിരുന്ന് കരയാൻ പോകും. എന്നിട്ട് അപ്പൂപ്പനെ മറ്റേ പറഞ്ഞുകൊണ്ട് കരഞ്ഞ് വീഡിയോ ഇട്ടതുപോലെ ഒരു വീഡിയോ നിങ്ങളിടും അല്ലേ? അതല്ലേ ചെയ്യുന്നത്.
അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ നാളെ ഉണ്ടാകാതിരിക്കട്ടെ. നമ്മൾ മനുഷ്യന്മാരാണ്, പൊറുക്കുക, മറക്കുക. പ്രത്യേകിച്ച് ഇങ്ങനെ വീട്ടിലുള്ള സ്വന്തം അമ്മമ്മേരെയൊക്കെ കേസുകൾ മറക്കുക, അല്ലാണ്ട് വേറെ കൂടുതലൊന്നും പറയാനില്ല. അങ്ങനെ നമ്മൾ അതിനെ എന്തോ വലിയ കേസുകൾ എടുത്ത് വെച്ചുകൊണ്ട് കാലാകാലം ഇരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മൾ അവരെ തിരിഞ്ഞു നോക്കാതിരുന്ന് കഴിഞ്ഞാൽ, നാളെ അവർ മരണപ്പെടുമ്പോൾ നിങ്ങൾ പോകരുത്. എനിക്കതേ പറയാനുള്ളൂ, പോകരുത്. അല്ലാണ്ട് പിന്നെ എന്ത്, മരണപ്പെടുമ്പോൾ പോയിരുന്ന് കരഞ്ഞിട്ട് വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, പറഞ്ഞതേ ഉള്ളൂ. ആൾക്കാർക്ക് നമ്മളെ അറിയാം, അപ്പൊ നമുക്ക് നാച്ചുറലി എന്ത് ആവശ്യമില്ലാത്തൊരു ബാക്ക്ലാഷ് ആണ് അവിടെ വരാൻ പോകുന്നത്. അങ്ങനത്തെ കുറെ കമന്റ്സ് വന്നു. അപ്പൊ തന്നെ ആ കമന്റ്സ് ഇരുന്ന് ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി. ബട്ട് കറക്റ്റ്ലി നമുക്ക് ഈ ഇതിന് മുമ്പത്തെ പെർഫോമൻസ് ആണ് നമ്മൾ ഇതൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചു. ഈ കമന്റ്സ് ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പം തൻവിയുടെ ഈ കമന്റിന്റെ താഴെ എന്തായാലും തൻവിക്ക് ബാക്ക്ലാഷ് വരും, കാരണം അത് തന്നെയാന്ന് തോന്നുന്നു വന്നുകൊണ്ടിരുന്നത്. ആ കമന്റ് ഡിലീറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ തൻവി കമന്റ്സ് തന്നെ ടേൺ ഓഫ് ചെയ്തു. സോ ഓൾ ദിസ് വാസ് ലൈക്ക് വെരി ഷെയ്ഡി. കാരണം ആ വീഡിയോയിൽ ആദ്യം അഹാന പറയുന്നത് ഇങ്ങനത്തെ ഒരു വിഷയം വന്നത് കൊണ്ടാണ് കമന്റ്സ് ഡിലീറ്റ് മീൻസ് കമന്റ് ബോക്സ് ഓഫ് ആക്കിയത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല, എനിക്ക് അറിയത്തില്ല. കാരണം തൻവി കമന്റ് ബോക്സ് ഓഫ് ആക്കിയത് പെട്ടെന്ന് നിങ്ങൾക്കെതിരെയൊക്കെ അതിൻ്റെ അടിയിൽ നെഗറ്റീവ് വരാൻ തുടങ്ങി. ഞാൻ കണ്ടത് അതാണ്, നിങ്ങൾക്കെതിരെ. ഇപ്പം സിന്ധു കൃഷ്ണയ്ക്കെതിരെ ആയാലും നിങ്ങളുടെ ഫാമിലിക്കെതിരെ മൊത്തത്തിൽ കമന്റ്സ് വരാൻ തുടങ്ങി. അങ്ങനെ അതിനെ തുടർന്നിട്ടാണ് തൻവി കമന്റ് ബോക്സ് ഓഫ് ചെയ്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ ആ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ലൈവായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കമന്റ് ബോക്സ് ഓൺ ആയിരുന്നു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് വീഡിയോ ഞാൻ നോക്കിയപ്പോൾ ഓഫായി. കാരണം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൊത്തം നെഗറ്റീവാണ്. നിങ്ങൾക്ക് അവിടെ ഈ പറയുന്ന പോലെ ബാക്ക്ലാഷ് അടിക്കാൻ മറ്റേ തൻവിക്കായിട്ടുള്ള ആ സെറ്റ് ഇപ്പോൾ വന്നിട്ടില്ല. അതുകൊണ്ട് അതൊരു മയത്തി തള്ളുന്നത് കുറച്ച് ബെറ്റർ ആയി. പക്ഷെ ഇപ്പം ലാസ്റ്റ് ഇട്ട തൻവിയുടെ വീഡിയോയുടെ താഴെ നല്ല നെഗറ്റീവ് വരുന്നുണ്ട്. അതിന്റെ റീസൺ നിങ്ങളുടെ ഈ ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, ബാക്കി പറയുന്നുണ്ട് തൻവിയാണ് ഹോം നേഴ്സിന് പേ ചെയ്തത്, പിന്നെ പറയുന്നുണ്ട് തൻവി അല്ല ഹോം നേഴ്സിന് പേ ചെയ്തത്. അപ്പം ഇങ്ങനെ ഹാഫ് ബേക്ഡ് ആയിട്ട് ഇടുമ്പോൾ പിന്നെ അത് മതിയല്ലോ ആൾക്കാർക്ക് ഒരു കഥ ഉണ്ടാക്കി തുടങ്ങാൻ വേണ്ടിയിട്ട്. ഐ എം ഷുവർ തൻവി ഡസന്റ് ഈവൻ നോ ഹോം നേഴ്സിന് നമ്മൾ ഒരു മാസം എത്ര രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ആ ഹോം നേഴ്സ് ഏജൻസി തൻവിക്ക് അറിയാമോ? ഇവിടെ എത്ര ഹോം നേഴ്സ് വന്നിട്ടുണ്ട്? വന്ന 20 അല്ലെങ്കിൽ 15 ഹോം നേഴ്സിൽ 5 പേരുടെ പേരെങ്കിലും തനിക്ക് അറിയാമോ? വെറുതെ ഇരുന്ന് പറയാൻ വേണ്ടി എന്തൊക്കെയോ പറയുവാണ്. ഓക്കെ, ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇവരാണ് നോക്കുന്നത്. അതായത് അമ്മൂമ്മയുടെ എല്ലാ കാര്യങ്ങളും ഇവരാണ് നോക്കുന്നത്. തൻവിക്ക് ഒരു തേങ്ങ അറിയത്തില്ല, തൻവി ചുമ്മാ ഇരുന്ന് വായ്ത്താളം അടിച്ചു എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അങ്ങനെ തൊട്ടിപ്പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ തൻവിയെ പോലെയുള്ളവരൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം തൻവി ഈ വരുന്ന പോകുന്ന കേസ് പറഞ്ഞു, അതായത് അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വരുന്നതെന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ക്ലിയർ ആയിട്ട് അഹാന ഇവിടെ പൊട്ടിക്കുന്നുണ്ട്, അതിനെ പൊളിച്ചടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ഏതാണ്ട് തൻവി ഒരു വെള്ളത്തിച്ചോട്ട് പരിപാടി കാണിച്ചിട്ടുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, അങ്ങനെ തൊട്ടിപ്പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ആരെ തന്നെ വേണം. We know what all we were doing and how much my mother was spending and how exhausted she would become. ഞാൻ 1-2 ദിവസം അപ്പൂപ്പൻ്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ അമ്മ ഇവിടെ ഇല്ലാത്ത ദിവസങ്ങൾ പോയി വരുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ആളായതുകൊണ്ട് നമ്മളിതൊക്കെ ചെയ്യും. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളങ്ങ് തളർന്നു പോകും. ഒരു ഹോസ്പിറ്റലിൽ ഒരു ചെക്കപ്പ്, പിന്നെ വേറൊരു ചെക്കപ്പ്, പിന്നെ 1 മണിക്കൂർ എന്തെങ്കിലും ഒരു മരുന്ന് എടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ ഈ എൻഡോസ്കോപ്പി പോലത്തെയൊക്കെ ചെക്കപ്പ് ചെയ്യാൻ. എന്നിട്ട് അത് കഴിഞ്ഞ് ടേക്കിംഗ് ഹിം ടു അനദർ ഹോസ്പിറ്റൽ. എന്നിട്ട് അപ്പൂപ്പൻ്റെ മരുന്നുകളൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അപ്പോൾ ഈ ഓരോ ഹോം നേഴ്സ് ഓക്കെ, ഇവിടെ അപ്പൂപ്പൻ്റെ കാര്യമല്ല, അപ്പൂപ്പൻ പോയി, ഇനി അമ്മൂമ്മയുടെ കാര്യമാണ്. ആ അമ്മൂമ്മയും കൂടി അവസാന കാലത്ത് ഒറ്റയ്ക്ക് കിടന്ന് മരണപ്പെട്ട് പോവാതിരിക്കട്ടെ. ഓക്കെ, ആരെങ്കിലുമൊക്കെ അവരെ നോക്ക്. അല്ലാണ്ട് നിങ്ങളെല്ലാവരും കുടുംബക്കാർ പരസ്പരം തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കാണ്ട് ആ അമ്മൂമ്മ ഓക്കെ, അവർ ചിലപ്പോൾ വിഷയമായിരിക്കും. എൻ്റെ അമ്മൂമ്മയും കുറച്ച് വിഷയമായിരുന്നു, എൻ്റെ അമ്മയുടെ അമ്മ കുഴപ്പമില്ലായിരുന്നു, എൻ്റെ അച്ഛൻ്റെ അമ്മ കുറച്ച് വിഷയമായിരുന്നു. അവരുടെ ആ ഒരു പ്രായത്തിൻ്റെ ഇത് വയസ്സാകാലം അത്. പക്ഷെ അവിടെ ആരും തിരിഞ്ഞു നോക്കാതെയോ അവരൊക്കെ ആരും വേറെ വീട്ടിൽ കൊണ്ടിടുകയൊന്നും ചെയ്തിട്ടില്ല. അവരെ അവസാന കാലം അവരിവിടെ കിടന്ന് തന്നെ പോയി. ഓക്കെ, ആ ഫുഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എനിക്ക് നല്ലോണം അറിയാം, ഞാനന്ന് +2 കണ്ട് പഠിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് അവരൊക്കെ എത്ര ഇത് കാണിച്ചു കഴിഞ്ഞാലും നമ്മൾ നോക്കുക എന്നത് നമ്മുടെ കടമയാണ്. അതിനപ്പുറം വേറെ ഒന്നുമില്ല. അതിൽ അഹാന നോക്കണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ അഹാനയുടെ അമ്മ നോക്കണം. അത് ആ അഹാനയുടെ അമ്മയുടെ കടമയാണ്. അതുപോലെ തന്നെ തൻവിയുടെ അമ്മ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, അവരുടെയും കടമയാണ്. അല്ലാണ്ട് തൻവി ഇപ്പം നാട്ടിൽ വന്ന് സെറ്റിലായി വേറെ കുറച്ച് പരിപാടിയെ പറ്റി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നേരെ അമ്മൂമ്മയെ നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നെന്ന് പറഞ്ഞ് കള്ളം പറയുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് തൻവി, നീ വെറും ഉടായിപ്പന്നേ ഞാൻ പറയത്തുള്ളൂ. അഹാന പറ. അപ്പൂപ്പനൊരു 15 മരുന്നുണ്ട്. ഈ അപ്പൂപ്പൻ്റെ കേസ് വിടുന്നു. അവിടുന്ന് they would also send their share of money and things like that. പക്ഷേ physically doing these things എന്ന് പറയുന്നത് is a ഓക്കെ അത് വിട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ചില ദിവസങ്ങളിൽ വൈകുന്നേരം വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. she was doing it wholeheartedly. പക്ഷേ ആസ് എ ഹ്യൂമൻ ബീങ് അമ്മയുടെ വയസ്സ് 25 അല്ല, അമ്മയുടെ വയസ്സ് എത്രയാകുമ്പോൾ 54. See, she used to get so exhausted. ഓക്കെ, അമ്മയുടെ വയസ്സ്, അതായത് സിന്ധു കൃഷ്ണ ആന്റിയുടെ വയസ്സ് 54 അവർക്ക് ഓടി നടന്ന് അവരുടെ അമ്മയെ നോക്കാനുള്ള ആരോഗ്യം ചിലപ്പോൾ കാണത്തില്ലായിരിക്കാം, മേ ബി. ഓക്കെ ഫൈൻ.
എന്ന് വെച്ചിട്ട് അവരൊറ്റയ്ക്കൊരു വീട്ടിൽ ഇട്ടിരിക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അവർ ഒറ്റപ്പെടുത്തി ഇട്ടിരിക്കുക ശരിയാണോ? അമ്മൂമ്മേ, അതെങ്ങനെ അഹാനൊക്കെ ന്യായീകരിക്കാൻ പറ്റും? അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമില്ല. അവരൊറ്റപ്പെട്ട് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാ. ഓക്കെ, അത് തെറ്റ് തന്നെയാണ്. അവരെ നോക്കണം. അവർ ചിലപ്പോൾ ഹോം നേഴ്സിനെ അടുപ്പിക്കത്തില്ലായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ദേഷ്യമായിട്ട് പെരുമാറുമായിരിക്കും. വോട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും അവരുടെ ആ ഒരു അവസാന കാലഘട്ടത്ത് അവരെ നോക്കണം, നേരെ നോക്കണം. അവരാഗ്രഹിക്കുന്നതൊക്കെ ചെയ്തു കൊടുക്കണം. അവർ ചിലപ്പോൾ കുറച്ച് ദേഷ്യം കാര്യമൊക്കെ ആയിരിക്കും, വാശിയൊക്കെ കാണുമായിരിക്കും. എന്ന് വെച്ചിട്ട് നമ്മൾ അവരെ ഒറ്റപ്പെടുത്തി ഒരു വീട്ടിലിടുക അല്ല ചെയ്യേണ്ടത്. അതല്ല അതിൻ്റെ ശരി. പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ അഹാനെ. ആ സൈഡ് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല അഹാന? ജസ്റ്റ് ഇമോഷണലി, ഈവൻ ഫിനാൻഷ്യലി. കാരണം ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ട് പോകുന്നവർക്ക് അറിയാം ഹോസ്പിറ്റൽ ചെലവുകൾ. ഓക്കെ, ഹോസ്പിറ്റൽ ചെലവ് ഫിനാൻഷ്യലി നിങ്ങൾ ആരും പൈസ ഇല്ലാത്തവരൊന്നുമല്ല. നല്ല പൈസ ഉണ്ട്. ഫിനാൻഷ്യലി സഹായിക്കുന്ന വലിയ കാര്യമല്ല നിങ്ങൾക്ക്. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ കാശ് എന്ന് വെച്ചിട്ട് കാശിന് വിലയില്ല എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒക്കെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യാനും എല്ലാത്തിനുള്ള കാശുണ്ട്. പാവപ്പെട്ടവരാണെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ചാൽ നിങ്ങൾക്ക് കാശൊക്കെ ഉണ്ട്. കാശില്ലെന്ന് നിങ്ങൾ ആരും പറയണ്ട. അവിടെയുള്ള ഏറ്റവും കുറഞ്ഞ പ്രായമുള്ള അഞ്ചികൾക്ക് ഉൾപ്പെടെ നല്ല ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കാശിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കാശല്ല അമ്മയ്ക്ക് ഏറ്റവും ആവശ്യം, അമ്മൂമ്മയ്ക്ക്. ഓക്കെ, അവർക്ക് ആവശ്യം സംസാരിക്കാനും സമയം പോകാനും നേരം പോക്കുമൊക്കെയാണ് അവരുടെ ആവശ്യം. അതാണ് അവർ ഏറ്റവും എടുത്ത് പറയുന്നത്. അവർക്ക് മരുന്നാരും വാങ്ങി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഫുഡില്ല, കയറി കിടക്കാൻ വീടില്ല, ഇതൊന്നുമല്ല അവർ പറയുന്ന പരാതി. അവർക്ക് സമയം പോകുന്നില്ല, ഈ പറയുന്ന പോലെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, ആരും ഇല്ല, ഒറ്റപ്പെടൽ, ഇതൊക്കെയാണ് അവർ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് അവരെ കൂടെ ഇരിക്കാനോ സംസാരിക്കാനോ അവരോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനോ ആരുമില്ല. അതാണ് ആ അമ്മൂമ്മ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ചിലപ്പോൾ പറയും ഇനിയിപ്പോൾ തൻവി ആ അമ്മൂമ്മയെ കൊണ്ട് പറയിപ്പിച്ചാണ്. വാട്ട് എവർ ഇറ്റ് ഈസ് അവരുടെ അനുഭവമാണ് പറയുന്നത്. ഈ അനഹാനയുടെ വീഡിയോ ഉടനീളം കണ്ടപ്പോഴും അഹാന അമ്മൂമ്മയെ കുറ്റം പറയുന്നതല്ലാണ്ട് ഈ തൻവിയുടെ ആ വീഡിയോ കോളിൽ ഇരുന്ന് അമ്മൂമ്മ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് വാദിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. കാരണം അമ്മൂമ്മ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണ്. അവർ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്, സംസാരിക്കാൻ ആരുമില്ല, അപ്പം അത് അനുഭവിക്കുന്നുണ്ട് അവർ. പക്ഷെ അഹാനയുടെ വീഡിയോയിൽ ഉടനീളം ആ അമ്മൂമ്മയെ കുറ്റം പറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ നോട്ട് ചെയ്തൊരു പോയിന്റ് ഇതാണ്, ആ അമ്മൂമ്മയെ തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടി കുഞ്ഞുമില്ല. അവർ അങ്ങനെ കുറച്ച് അരകൻ്റ് ആയതുകൊണ്ട് അവരാരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് സമയം പോകുന്നില്ല. ഓക്കെ, അവർക്ക് ചിലപ്പം പുറത്ത് കാനഡയിലുള്ള കൊച്ചുമോളായിരിക്കും ഇഷ്ടം, ആയിരിക്കും. ചിലപ്പോൾ കുറച്ച് സ്നേഹം കൂടുതലായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, അത് അവരുടെ മനസ്സാണ്. എന്ന് വെച്ചിട്ട് നമ്മൾ നാട്ടിലുള്ളവരെ അവരെ ഒറ്റപ്പെടുത്തി ഇടണം എന്ന് പറയുന്നത് ശരിയല്ല. ചിലപ്പോൾ ഇപ്പോൾ ഒരു വീട്ടിൽ 3-4 മക്കളുണ്ടെങ്കിൽ എല്ലാ മക്കളുടെ അടുത്ത് അച്ഛനും അമ്മയ്ക്കും ഒരേപോലെ സ്നേഹം ആവണമെന്നില്ല. ചിലയിടത്ത് ചിലപ്പം ഏറ്റവും ഇളയതിൻ്റെ അടുത്ത് കുറച്ച് കൂടുതലായിരിക്കും, ചിലപ്പോൾ ഏറ്റവും മൂത്തൻ്റെ അടുത്ത് ചിലപ്പം കൂടുതലായിരിക്കും, ചിലപ്പം പാവം പോലെ ഇരിക്കുന്ന മക്കളുടെ അടുത്തായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹം. ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതൊക്കെ ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാതിരിക്കുന്നത് ശരിയാണെന്ന് ഒരിക്കലും വാദിക്കാൻ പറ്റില്ല. ഹാനെ പറ. അപ്പം അങ്ങനെയാണ് അമ്മ എക്സോസ്റ്റഡ് ആയിക്കൊണ്ടിരുന്നത്. അമ്മ രാവിലെ എണീക്കുമ്പോ കാർ ചാർട്ടിംഗ് പ്ലാൻ ചെയ്യും. ഡ്രൈവർ ഇച്ചിരി പോപ്പുലർ ആയിട്ടുള്ള ഒരാളെ പറ്റി എന്തെങ്കിലും ഒരു മോശം വന്ന് പറയാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ കാത്തു നിൽക്കുവാണ്. ഈ അപ്പുറത്ത് നിൽക്കുന്ന ആളിപ്പോ അവര് സക്സസ്ഫുൾ ആണ്, അവര് പോപ്പുലർ ആണ്, അതും കൂടി ആണെങ്കിൽ പറയണ്ട. ഒരു സാധനം കിട്ടിയാലുടനെ കേട്ട പാടെ കേൾക്കാത്ത പാടെ അതിലെന്തെങ്കിലും സത്യമുണ്ടോ കള്ളമുണ്ടോ ഇതൊന്നും ചിന്തിക്കാതെ ചാടി വീണ് ജഡ്ജ് ചെയ്ത് റിവീൽ ചെയ്ത് തുടങ്ങുക. അതായത് ഒന്നുകിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാരെയും അതുപോലെ വീഡിയോ ചെയ്യുന്ന നമ്മളെയൊക്കെയാണ് അഹാന ഈ പറയുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കുക, എന്നിട്ട് എനിക്ക് ഇതിനൊരു ഉത്തരം പറയാനുണ്ട്. അതൊരു അസുഖമാണോ അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. ഒരാളെ കുറിച്ചൊരു കാര്യം പറഞ്ഞു ഒരു 5 മിനിറ്റ് ഇരുന്നൊന്ന് ചിന്തിക്കുക. ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ആ വഴിയുണ്ടോ? അവർക്കൊരു സൈഡ് ഒരു നോർമൽ റാഷണൽ ഹ്യൂമൻ ബീങ്സിനെ പോലെ എല്ലാവരും ചിന്തിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ there is such a big vocal crowd on social media who is so quick to judge and then മോശം കമന്റ്സ് ഇടുന്നു, തെറി വിളിക്കുന്നു, and then the next group arrives which is reaction videos. all reaction videos അതൊക്കെ it's good. പക്ഷെ ഈ റിയാക്ട് ചെയ്യുന്ന ടോപ്പിക്സിന് ഒരു ബേസിക് ഒരു നിലവാരം വേണ്ടേ? ലൈക്ക് ഓക്കെ, അപ്പോൾ റിയാക്ഷൻ ചെയ്യുന്ന നമ്മുടെ ടോപ്പിക്കിന് ഒരു നിലവാരമില്ല. അതായത് നിങ്ങളുടെ ടോപ്പിക് എടുത്തത് നിലവാരമില്ലെന്നാണ് നിങ്ങൾ തന്നെ പറയുന്നത്. അപ്പം നിങ്ങളൊക്കെ അത്ര നിലവാരമില്ലാത്ത ആൾക്കാരായിരുന്നു. ഓക്കെ, വോട്ടവർ അതവിടെ ഇരിക്കട്ടെ. പിന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് വന്ന് നമ്മളൊന്നും സംസാരിച്ചിട്ടില്ല. നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെയാണ് വീഡിയോ ഇട്ടത്. നിങ്ങൾ നമ്മളെ കുറ്റം പറയാൻ എടുക്കുന്ന സമയത്ത് അവരെ കുറ്റം പറ, എന്നിട്ട് ആ അമ്മയ്ക്ക് കുറച്ച് ടൈം കൊടുക്കുക. ഈ വീഡിയോ ഇരുന്ന് 1 മണിക്കൂറിന് ഇട്ടല്ലോ, അതിൽ ഒരു 5 മിനിറ്റ് ആ അമ്മൂമ്മയെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ മുത്തുവല്ലം കൊഴിഞ്ഞു വീഴും അഹാനെ. അതുകൊണ്ട് പൂർണ്ണമായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന്മാരെ അങ്ങ് ഇട്ട് താങ്ങിക്കഴിഞ്ഞാൽ നമ്മളങ്ങ് പേടിച്ച് മാറിയിരിക്കുമെന്ന് വിചാരിച്ചു. എന്തുവാ അഹാനെ ഇത് പറയുന്നേ? നമ്മളെന്ത് ഉണ്ണാക്കാന്മാരാ? പറ,
നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് കയറി നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഓരോ വീഡിയോ ഇടുന്നത്. ഓക്കെ, ആ അമ്മൂമ്മ വന്നിരുന്ന് പറയുന്നുണ്ട്. ആ അമ്മൂമ്മ പിന്നെ പറയുന്നത് പച്ചക്കള്ളം അല്ല. അല്ലെങ്കിൽ നിങ്ങൾ പറയണം ആ അമ്മൂമ്മ പറഞ്ഞ പച്ചക്കള്ളമാണ്, നമ്മളെന്നും പോകും, നമ്മളെന്നും വിളിക്കും. പക്ഷെ നിങ്ങളെ വീഡിയോയുടെ ഉടനീളം ഞാനത് കേട്ടില്ല. ആ അമ്മയുമായിട്ട് സംസാരിക്കുമെന്നോ അല്ലെങ്കിൽ ആ അമ്മയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമെന്നോ നിങ്ങൾ പറഞ്ഞിട്ടില്ല. പകരം നിങ്ങൾ ആ അമ്മയെ കുറ്റം പറയുന്നതാണ് ഞാൻ കേട്ടത്. ഓക്കെ, സോ ആ അമ്മൂമ്മ പറഞ്ഞ കാര്യം കറക്റ്റാ. ഓക്കെ, അവർ ചിലപ്പോൾ കുറച്ച് അരക്കറ്റായിരിക്കും എന്ന് വെച്ചിട്ട് അമ്മൂമ്മ പറഞ്ഞ കാര്യം കറക്റ്റാ, കാര്യം പിടിയിട്ട. പിന്നെ തൻവി അവള് പറഞ്ഞത് വെറും കള്ളമാണ്. കാരണം കൊച്ചിന് എന്തോ ആവശ്യവും പിന്നെ നാട്ടിൽ വന്നിട്ട് കുറച്ച് പരിപാടിക്കൊക്കെ ഉള്ള സെറ്റപ്പാണ് അവൾ നാട്ടിൽ വരുന്നത്. എന്നിട്ട് പറയുന്നത് അമ്മൂമ്മയ്ക്ക് വേണ്ടി വരണമെന്ന് ഓപ്പാണ്. അത് തള്ളാണെന്ന് എനിക്ക് മനസ്സിലായി. ടോപ്പിക് ഡു എനി ഗുഡ് ടു ദ സൊസൈറ്റി? ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം? ഇല്ല. ആ ടോപ്പിക് ഡിസ്കസ് ചെയ്തത് കൊണ്ട് അവിടെ ആകെ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത് ഈ വീഡിയോ ഇടുന്ന ഈ ചാനൽ ഓണറിനാണ്. യു ടോക്ക് എനിത്തിങ് ഗുഡ് ഓർ ബാഡ് അബൌട്ട് എ പോപ്പുലർ പേഴ്സൺ, യു വിൽ ഗെറ്റ് മോർ ട്രാക്ഷൻ ആൻഡ് വ്യൂസ് ദാൻ യുവർ അതർ വീഡിയോസ് ആൻഡ് ദ വ്യൂസ് കൺവേർട്സ് ടു മണി. ഓഫ് കോഴ്സ് കാശിന് വേണ്ടി തന്നെയാണ് വീഡിയോ ഇടുന്നത്. എന്ന് വെച്ചിട്ട് ഇല്ലാത്ത കാര്യം അല്ലെങ്കിൽ കള്ളം പറഞ്ഞ കാശുണ്ടാക്കുന്നില്ല. നിങ്ങളുടെയൊക്കെ വീഡിയോസ് പബ്ലിക്കലി ഇടുന്നതിൽ നമ്മൾ തെറ്റേണ്ട തെറ്റെന്ന് പറയും, ശരിയേണ്ട ശരിയെന്ന് പറയും. നിങ്ങളൊക്കെ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്തല്ലോ, അന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ സപ്പോർട്ട് ചെയ്യേണ്ട വിഷയം ഒന്ന് സപ്പോർട്ട് ചെയ്യടേ, ഇല്ലാത്ത വിഷയം വന്നാൽ സപ്പോർട്ട് ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. അതിനാണ് നമ്മൾ ഈ ചാനൽ തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഏണിങ്സും കിട്ടുന്നുണ്ട്, സ്വാഭാവികം. ഒരാൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് അറ്റ്ലീസ്റ്റ് ഒരു 3 ലക്ഷം വ്യൂ എങ്കിലും കിട്ടുകയാണെങ്കിൽ ആ മിനിമം ഓഫ് ഒരു 50,000 rupees അവിടെ കിട്ടും. സോ ഡയറക്ട്ലി ഇവൻച്വലി ഇറ്റ്സ് ഓൾ കമ്മിങ് ബാക്ക് ടു മണി. ആൻഡ് അതിനു വേണ്ടി ഒരാളെ കുറിച്ച് കാര്യം വരാൻ അത് എന്താ സത്യാവസ്ഥ ഒന്നുമില്ല, ടപേ തെറി വിളിക്കുന്നു, റിയാക്ഷൻ വീഡിയോ, അത് ഇത് മറ്റത് മറിച്ചത്. അപ്പൊ എനിക്ക് ഇത്ര ചോദിക്കാനുള്ളൂ, ഈ ആൾക്കാർ എന്തെങ്കിലും ഒരു മാറ്റർ കാണുമ്പോൾ ഉടനെ വികാരഭരിതരായി വന്നൊരു തെറി കമന്റ് ഇടുന്നുണ്ടല്ലോ. ദാറ്റ് ഈസ് ബിക്കോസ് യു ഗോട്ട് affected seeing whatever you saw that you wanted to put out what you had to say. അപ്പോൾ നിങ്ങൾ അവിടെ കാര്യങ്ങൾ പോക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? Inside humans there are a lot of these wrong things that's coming. നന്മ അടിക്കണ്ട ഇവിടെ. ഞാൻ ഈ വീഡിയോ ആദ്യം 1 മണിക്കൂർ 2x ഇട്ടിരുന്ന് കണ്ടിട്ട് തീർത്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ പറഞ്ഞത്. ക്ലിപ്പ് കട്ട് ചെയ്യാൻ മടിച്ചിട്ടാണ്. ഞാൻ ഇതിൻ്റെ താഴത്തെ കമൻസ് വായിക്കാം കേട്ടോ. കുറച്ച് 1-2 കമൻസേ വായിക്കുന്നുള്ളൂ. ചില മാതാപിതാക്കൾ കൂടെ നിൽക്കുന്ന മക്കളെയും കൊച്ചുമക്കളെയും കൂടുതൽ എളുപ്പം വല്ലപ്പോഴും ദൂരെ നിന്ന് വരുന്ന മക്കളോടും കൊച്ചുമക്കളോടുമാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഉണ്ടാവും മേ ബി എന്ന് വെച്ചിട്ട് നമ്മൾ നമ്മുടെ അടുത്ത് കിടക്കുന്ന അമ്മമ്മയോ അല്ലെങ്കിൽ അമ്മയോ നോക്കാതിരിക്കണോ? നമ്മളെ പെറ്റ വയറല്ലേ. ചിലപ്പോൾ അവർ കൂടുതൽ സ്നേഹം പുറത്തുള്ളവരടുത്ത് കാണിച്ചേക്കാം എന്ന് വെച്ചിട്ട് നമ്മൾ അവരെ ഒറ്റപ്പെടുത്തിയിടുക, അവരുടെ അടുത്ത് സംസാരിക്കാതിരിക്കുക, അവരെ ഒറ്റയ്ക്കൊരു വീട്ടിൽ ഇടുക, ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണോ? ഏത് തരത്തിലാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റും? സീരിയസ്ലി. ഓക്കെ, സിന്ധു ആൻറ്റി ഒരിക്കൽ പറഞ്ഞത് എത്ര ശരിയാണ്, എല്ലാ വീട്ടിലും ഒരമ്മ വേണമെന്ന്. അതുകൊണ്ട് അഹാനെ ജസ്റ്റ് സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്, ഡോണ്ട് വറി. ഓക്കെ, അഹാനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അഹാനെ പറയുന്ന എല്ലാ കാര്യവും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ അമ്മ ഒറ്റപ്പെട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നിങ്ങളുടെ എല്ലാവരുടെയും ഫോൾട്ടാണ്. അതിപ്പോൾ തൻവിയുടെ അമ്മയുടെ അടക്കം. ഓക്കെ നിങ്ങളുടെ എല്ലാവരും, ആ അമ്മയ്ക്ക് ആരൊക്കെ മക്കളായിട്ടുണ്ട് അവരുടെ എല്ലാം ഫോൾട്ടാണ്. ചെറുമക്കളെ ഞാൻ വലിച്ചിടത്തില്ല. ഇപ്പോൾ അഹാനയുടെ ഫോൾട്ടാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ആ അമ്മയുടെ മക്കളായിട്ട് ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് അവരുടെ എല്ലാവരുടെയും ഫോൾട്ടാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അത്രയും പറഞ്ഞില്ലേ പിന്നെ ഞാൻ കോപ്പിനായിരിക്കുന്നത്. ഓക്കെ, എന്തായാലും എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഇതിപ്പോൾ എനിക്ക് പൊങ്കാല, എനിക്ക് കമൻറ്റ് ബോക്സ് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കൊണ്ട് പുതിയ വീഡിയോ ആയിട്ടാണ്.